സി ഇതൊരു നമ്മുടെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മൊമെൻ്റ് ആർക്കും മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ എപ്പോഴും ഓർത്തിരിക്കുന്ന ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം എന്നും ഓർത്തിരിക്കുന്ന ഒരു മൊമെൻ്റാണ്. ഇപ്പോൾ ഈ ഒരു വിജയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ധോണി മുന്നിൽ നിന്ന് നയിച്ചു. സ്വാഭാവികമായിട്ടും ഇതിന് പുറകിൽ ഓരോ പ്ലേയേഴ്സിൻ്റെ എഫേർട്ട് ഉണ്ട്. നമുക്കറിയാം സച്ചിൻ കളിക്കുന്ന അവസാനത്തെ വേൾഡ് കപ്പ് സ്വാഭാവികമായിട്ടും അഥവാ ഇത് ശരിക്കും അൺബിലീവബിൾ എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായും അതും മുംബൈയിൽ വെച്ചിട്ടും. അപ്പോൾ ക്രിക്കറ്റിനെ കുറിച്ച് പറഞ്ഞാൽ അങ്ങനെ പോകും നമ്മൾ. അപ്പോൾ അതിലോട്ട് നമ്മൾ കിടക്കുന്നില്ല. ഇതിൻ്റെ സയൻസിനെ കുറിച്ചാണ് നമ്മളിന്നിവിടെ ഡിസ്കഷൻ കൊണ്ടുവരുന്നത്. അതായത് ആ ഒരു ബോൾ ബാറ്റിൽ ടച്ച് ചെയ്ത് അങ്ങ് പൊങ്ങി പോകുന്ന സമയത്തും അത് പ്രൊജക്റ്റ് ചെയ്ത് 6 ആവോ എന്നുള്ള നമ്മളെല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കുകയാണ്. പക്ഷേ ധോണിയുടെ ആ ഒരു ബാറ്റിനകത്ത് കൊള്ളുമ്പോൾ സമയത്ത് തന്നെ അതിൻ്റെ ഒരു ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ആ ഒരു ഫീൽ വരും. ആ ഒരു സാധനം പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 6 ലൈനിൽ എത്തും എന്നുള്ളൊരു ഫീല്. അപ്പം അതേപോലെ തന്നെയായിരുന്നു നമ്മൾ ഏറ്റവും ആൻസൈറ്റിയോടെ നോക്കിയിരുന്ന വേറൊരു പ്രൊജക്ഷൻ ഉണ്ട്. അതായത് ആ ബോൾ ബാറ്റിൽ കൊണ്ട് പ്രൊജക്റ്റ് ചെയ്ത് 6 ലൈൻ കടക്കുമോ എന്നുള്ളത്. അതായത് നമ്മുടെ ആ ബൗണ്ടറി കടന്നു പോവോ എന്നുള്ള ആ ഒരു ആകാംക്ഷ. അത് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് വേറൊരു ഷോട്ടുണ്ട്. കണ്ടു നോക്കൂ. ഇതൊരു വല്ലാത്തൊരു ഷോട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലും ഈ ഷോട്ടിന് ശേഷം പിന്നീട് നടന്ന കളികളിലും ഒക്കെ നമ്മൾ ഇത് അവസാനം നമ്മളുടെ ശ്രീശാന്ത് ക്യാച്ച് ചെയ്യുന്ന ആ സമയം വരെ നമ്മൾ ആൻസൈറ്റിയോടെ നോക്കിയിരുന്ന ഒരു വേൾഡ് കപ്പാണിത്. ഇതും ഈ ബോളും പ്രൊജക്റ്റ് ചെയ്ത് അവസാനത്തെ 6ാമത്തെ ബോളിൽ 6 ആവോ എന്നുള്ളൊരു ആകാംക്ഷയുടെ. പക്ഷേ അത് വളരെ കോൺഫിഡൻ്റായി യുവരാജ് അത് ഫുൾഫിൽ ചെയ്യാണ്. ഇതും ഒരു അൺബിലീവബിൾ അഥവാ ഒരു എക്സ്ട്രാ ഓർഡിനറി ഷോട്ടാണ്. പക്ഷേ ഇവിടേക്ക് നമ്മുടെ സയൻസ് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരണം കേട്ടോ. നമ്മൾ ക്രിക്കറ്റിനെ കുറിച്ചും അറിയണം. ബേസിക്കലി ഈ ഒരു ഗെയിമിൽ സയൻസ് ഉണ്ട് തീർച്ചയായും. ഇതിൽ മാത്രമല്ല അല്ലേ, ക്രിക്കറ്റിൽ മാത്രമല്ല. ഇതാണ്ടോ, ഇപ്പോൾ ഒരാൾ ജാവലിൻ ത്രോ എറിയുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എറിയുന്ന സമയത്ത് അത് എത്രത്തോളം നന്നായി, എത്രത്തോളം ഡിസ്റ്റൻസ് മൂവ് ചെയ്തു, അതിലാണ് അൾട്ടിമേറ്റ്ലി അതാണ് കൺസിഡർ ചെയ്യുക. സോ സ്വാഭാവികമായിട്ടും അതിൻ്റെ പുറകിലും സയൻസ് ഉണ്ട്. എത്ര ആംഗിളിൽ എറിയണം, ഈ കൈ കണ്ടോ, ഈ ജാവലിൻ ത്രോ എറിയുന്ന ആളുടെ ഈ കൈ എത്ര ആംഗിളിൽ പോകണം, ഈ സംഭവങ്ങളൊക്കെ സയൻസായി കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ മാത്സായി കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രൊജക്റ്റൈൽ മോഷൻ, അതായത് ഒരു കല്ലെടുത്ത് നമ്മൾ മാങ്ങയെടുത്ത് എറിഞ്ഞാലും അതും എന്തുതന്നെയാണ്, പ്രൊജക്റ്റൈൽ മോഷൻ. ഇപ്പോൾ ധോണി ഇവിടെ 6 അടിച്ചാലും യുവരാജ് സിംഗ് 6 അടിക്കുന്ന ആ ബോളും പൊങ്ങിപ്പോകുന്നതും ജാവലിൻ ത്രോ ആൾ എറിയുന്ന അതും എല്ലാം എവ്രിതിങ് പ്രൊജക്റ്റൈൽ മോഷനാണ്. അതായത് ശ്രദ്ധിക്കുക, അതായത് നമ്മൾ കല്ലെടുത്തെറിയുന്ന സമയത്തും any object projected in the air with a certain velocity is known as projectile. ഓക്കെ, ആ മോഷനെയാണ് പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയും അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് പ്രൊജക്റ്റൈൽ മോഷൻ. നമ്മൾ കല്ലെടുത്തെറിഞ്ഞാലും ആ കല്ല് എന്ത് ചെയ്യണം, ഒരു പോയിന്റിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്തു പിന്നീട് മെല്ലെ മുകളിലേക്ക് പോയി താഴേക്ക് തിരിച്ചു വന്ന് വീഴുന്നു. സോ ഏത് പോയിന്റിൽ നിന്നാണോ ഇത് പ്രൊജക്റ്റ് ചെയ്യുന്നത്, ദാറ്റ്സ് ഒറിജിൻ. ആ പോയിന്റ് ഇവിടെ നിന്നൊരു പോയിന്റ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദാറ്റ്സ് എ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ. ആ പോയിന്റിനാണ് പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ അഥവാ എ എന്ന് വിളിക്കാം നമുക്ക്. ഇനി അവിടെ നിന്ന് പ്രൊജക്റ്റ് ചെയ്തു ഏത് ആംഗിളിലാണ്, ഒരു സർട്ടൈൻ ആംഗിളിലാണ് ഇത് പ്രൊജക്റ്റ് ചെയ്യുക. ഒരു സർട്ടൈൻ വെലോസിറ്റി ഉണ്ടാവും ആ ഒരു പോയിന്റിൽ ഒരു സർട്ടൈൻ വെലോസിറ്റി ഉണ്ടാവും അല്ലേ. ആ ഒരു ആംഗിളാണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ഓക്കെ, അവിടെ ഉണ്ടാക്കുന്ന ആ ഒരു ആംഗിളാണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. ഇനി പ്രൊജക്റ്റ് ചെയ്ത് ഇത് മൂവ് ചെയ്യുന്ന പാത്ത്, ഇതിനെയാണ് ട്രജക്ടറി എന്ന് പറയുക. ഈ പാത്തിനെയാണ് ട്രജക്ടറി എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്.
എന്താണ് പ്രൊജക്റ്റൈൽ മോഷൻ. പിന്നെ ഇത് മൂവ് ചെയ്യുന്നത് പ്രൊജക്റ്റൈൽ മോഷന് ശരിക്കും വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് വേറെ. ഇപ്പം ചില മിസൈൽസൊക്കെ ഇപ്പം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു രാജ്യത്തുനിന്ന് വേറൊരു രാജ്യത്തിലോട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്കോ മിസൈൽ വിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സർട്ടൈൻ ഹൈറ്റ് എത്തിക്കഴിഞ്ഞാൽ ഓക്കെ, അവിടെ നിന്ന് ലീവ് ചെയ്ത് കഴിഞ്ഞു, എൻജിൻ ഓഫ് ചെയ്താലും ഈ സാധനം അതേ പാത്ത് തന്നെ ഫോളോ ചെയ്ത് ഒരു സ്ഥലത്ത് വന്ന് വീഴും. മനസ്സിലായോ? അപ്പോൾ ഇതിനൊക്കെ അപ്പോൾ നമുക്ക് ശരിക്കും ഫ്യൂവൽ ലാഭിക്കാൻ പറ്റും അല്ലേ? ഫ്യൂവൽ ലാഭിക്കാൻ മാത്രമല്ല, ശ്രദ്ധിക്കാം, അതും അത്രയും വെലോസിറ്റി അക്വയർ ചെയ്യും. താഴെ വീഴുന്ന സമയത്തും ആ ഒരു അത്രയും വെലോസിറ്റി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു പ്രൊജക്റ്റൈൽ മോഷൻ എക്സാമ്പിളാണ്. പക്ഷേ ഇവിടെ ഡ്രൈവ് ചെയ്യുന്ന, അപ്പോൾ ഇവനെ ഡ്രൈവ് ചെയ്യുന്നത് ആരാണ്? അപ്പോൾ നമ്മൾ എൻജിൻ ഓഫ് ചെയ്താലും ഇതിനെ ഡ്രൈവ് ചെയ്യുന്നത് ആരായിരിക്കും? ഏത് ഫോഴ്സ് ആയിരിക്കും മുകളിൽ പോയി കഴിഞ്ഞാൽ താഴേക്ക് വരാൻ സഹായിക്കുന്നത്? യെസ്, അതുതന്നെ, ഇറ്റ്സ് എ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കാം, ഇതൊക്കെ എക്സാമ്പിൾസ് ഓഫ് പ്രൊജക്റ്റൈൽ മോഷനാണ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ് ഡ്രൈവ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്കൊരു ചെറിയൊരു ഐഡിയ പ്രൊജക്റ്റൈൽ മോഷൻ എന്താണെന്നുള്ളതിനെക്കുറിച്ച് തരുന്നുണ്ട്. ഇനി കുറച്ച് കൂടുതൽ ടേംസ് കൂടി നമുക്ക് ഡീൽ ചെയ്യാം. ഓക്കെ, പ്രൊജക്റ്റൈൽ മോഷനിലെ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു അല്ലേ? ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് ഒരു സർട്ടൈൻ ഡിസ്റ്റൻസ് കടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തിരിച്ച് ഗ്രൗണ്ടിൽ തന്നെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. എത്ര, ഇപ്പോൾ ജാവലിൻ ത്രോയിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. അപ്പോൾ അത് ആ ജാവൽ എത്രത്തോളം ഡിസ്റ്റൻസ് മൂവ് ചെയ്തു അതിനെയാണ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഞാനിവിടെ RH എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു, ഓർ R എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം, നോ ഇഷ്യൂ. ഇനി ടൈം ഓഫ് ഫ്ലൈറ്റ്, എത്ര സമയമെടുത്തു അത് പ്രൊജക്റ്റ് ചെയ്ത് താഴെ എത്താൻ, ദാറ്റ് ഈസ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ഇനി മാക്സിമം ഹൈറ്റ് റീച്ച്ഡ്, അതായത് എത്ര ഹൈറ്റ് ഇത് മുകളിലേക്ക് പോയി, അതുണ്ടോ, ഇതാണ് മാക്സിമം ഹൈറ്റ്, മാക്സ് ഓർ H എന്ന് പറയാം. ഓക്കെ, ദാറ്റ്സ് H മാക്സ്. ഓക്കെ, H മാക്സ്, ദാറ്റ്സ് എ മാക്സിമം ഹൈറ്റ്. ഓക്കെ, ഇതൊക്കെയാണ് പ്രൊജക്റ്റൈൽ മോഷനിലെ ബേസിക് ടേംസ്. ഓക്കെ, ഇനി കൂടുതൽ കാര്യങ്ങൾ, ഇനി നമ്മൾ എറിയുന്ന ഒരു വെലോസിറ്റിനെ കുറിച്ച് ജസ്റ്റ് പറഞ്ഞു, പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അപ്പോൾ എറിയുന്ന വെലോസിറ്റിയും അതിൽ എഫക്റ്റ് ചെയ്യുന്ന, ഇപ്പോൾ ഫോഴ്സിനെ കുറിച്ച് പറഞ്ഞു, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ അതുമായി ഡീൽ ചെയ്യുന്ന ഫോഴ്സിന് കാരണം അവിടെ ബേസിക്കലി എന്തായിരിക്കും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ, G. ആ ടേമിനെ കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ മൂവിങ് ഓൺ. ഇവിടെ നമ്മൾ പ്രൊജക്റ്റൈലിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു പോയിൻ്റ് ഇവിടെ ഒറിജിൻ 0 ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇവിടെ നിന്ന് പ്രൊജക്റ്റ് ചെയ്തു, ഒബ്ജക്റ്റ് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്തു, ഒരു സർട്ടൈൻ ഹൈറ്റ് എത്തി, അതിനുശേഷം ഫർദർ അതേ പാത്ത് തന്നെ ഫോളോ ചെയ്ത് എൻഡ് ചെയ്തു, തിരിച്ച്. ഇത് പോസിറ്റീവ് Y ആക്സിസ്, ദിസ് ഈസ് പോസിറ്റീവ് X ആക്സിസ്. സോ ദിസ് ഈസ്, ഇതാണ് മൂവ്മെൻറ്റ്. ശ്രദ്ധിക്കാം, ഇതിനകത്ത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു വെലോസിറ്റി ഉണ്ട്, U ആണ് വെലോസിറ്റി എങ്കിൽ ഇതിന് 2 കമ്പോണൻസ് ഉണ്ട്. അതായത് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതായത് ഹൊറിസോണ്ടലി മൂവ് ചെയ്യിപ്പിക്കുന്ന ഒരു കമ്പോണൻ്റ് ഉണ്ടാവും, അതേപോലെ തന്നെ ഇതിനെ മുകളിലോട്ട് ഉയർത്തുന്ന ഒരു കമ്പോണൻ്റ് ഉണ്ടാവും. ഇതിനൊരു സെർട്ടൈൻ ഹൈറ്റ് വരെ എത്തിക്കുന്നുണ്ട്. ആ ഹൈറ്റ് വരെ എത്തിക്കാൻ ഒരു കമ്പോണൻ്റാണ് ഇതിനെ ഉയർത്തുന്നത്. അതായത് അപ്പോൾ ഈ U എന്ന് പറയുന്ന വെലോസിറ്റിയിലാണ്, ഇത് ഇനീഷ്യൽ വെലോസിറ്റി U-ലാണ് ഇത് പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ, ശ്രദ്ധിക്കാം, ഇതിനോട് മീൻസ് X ആക്സിസിനോട് ചേർന്നുള്ള കമ്പോണൻറ്റ്, തീറ്റയോട് ചേർന്ന് ഒരു സെർട്ടൈൻ ആംഗിൾ തീറ്റയിലാണ് ഇത് പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ, തീറ്റ മീൻസ് ദ ആംഗിൾ വിത്ത് വിച്ച് പ്രൊജക്റ്റഡ്. സോ ആ ഒരു ആംഗിൾ ചേർന്ന ഭാഗം U കോസ് തീറ്റ. ഓക്കെ, കോസ് തീറ്റ കമ്പോണൻ്റാണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? ഇതിനെ horizontally മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. സോ U cos theta which helps to move through along the horizontal direction, and U sin theta component which help to move upward, means അഥവാ വെർട്ടിക്കൽ മോഷന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് ഓരോ സ്ഥലത്തും ഈ ഒരു കമ്പോണൻ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ നോക്കുകയാണെന്ന് പറഞ്ഞാൽ ഇവിടെയും U sin theta കമ്പോണൻ്റ് ഉണ്ട്, U cos theta കമ്പോണൻ്റ് ഉണ്ട്. അറ്റ് ലാസ്റ്റ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ എത്തുന്ന സമയത്ത് പിന്നെ ഈ സൈൻ തീറ്റ കമ്പോണൻറ്റിന് പിന്നെ റോള്
ഒന്നും ഇല്ലാതാവാണ്. കാരണം മുകളിലേക്ക് പൊക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഫൈനലി യു സൈൻ തീറ്റ കമ്പോണൻറ്റ് 0 ആവും. ഓൺലി ആര് മാത്രമാവും അവിടെ? കോസ് തീറ്റ കമ്പോണൻറ്റ് മാത്രമാവും. ഓക്കെ, പിന്നീട് ഫർദർ താഴേക്ക് വരുന്ന സമയത്ത് ആരൊക്കെ ഉണ്ട്? പിന്നെയും അതുപോലെ തന്നെ യു സൈൻ തീറ്റ കമ്പോണൻറ്റ് ഉണ്ടാവും, കോസ് തീറ്റ കമ്പോണൻറ്റും ഉണ്ടാവും. നോട്ട് ഇറ്റ്. അപ്പോൾ ഇതാണ് ഓരോ സ്ഥലത്തും അവിടെ നമ്മൾ ടാൻജൻറ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ യു കിട്ടും. അതിന് 2 കമ്പോണൻസ് ഉണ്ട്, യു സൈൻ തീറ്റ കമ്പോണൻറ്റ് ആൻഡ് യു കോസ് തീറ്റ കമ്പോണൻറ്റ്. ക്ലിയർ? അപ്പോൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഫൈനലി നിലത്തെത്തുന്ന സമയത്ത് ഓരോ സ്ഥലത്തും ഉള്ള ഹൊറിസോണ്ടൽ വെലോസിറ്റി അതുപോലെ തന്നെ വെർട്ടിക്കൽ വെലോസിറ്റി ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ശ്രദ്ധിക്കാം, ഇവിടെ നമുക്ക് കമ്പോണൻസിനെ കുറിച്ചുള്ള നോളജ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അപ്പോൾ ഒന്നാമത്തെ കാര്യത്തെക്കുറിച്ച് പറയാം. എന്താണ് ഹൊറിസോണ്ടൽ വെലോസിറ്റി? ദാറ്റ് മീൻസ് വി എക്സ് ഇറ്റ്സ് ഈക്വൽ ടു നത്തിങ് ബട്ട് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, ഓർ ഇവിടെ എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അലോങ് എക്സ് ആക്സിസ് ആൻഡ് യു എക്സ് ദാറ്റ്സ് ഇനീഷ്യൽ വെലോസിറ്റി അലോങ് എക്സ് ആക്സിസ് ഇൻ ടു ടൈം. ഇവിടെ ശ്രദ്ധിക്കാം, അതായത് എക്സ് ആക്സിസിലൂടെയുള്ള മീൻസ് ആക്സിലറേഷൻ ജി എക്സ് ഓർ എ എക്സ് എന്ന് പറയും. എ എക്സ് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇവിടെ ആക്സിലറേഷൻ അലോങ് എക്സ് ആക്സിസ് എന്ന് പറയുന്നത് 0 ആണ്. ആകെ വെലോസിറ്റി മീൻസ് ആക്സിലറേഷൻ അലോങ് വൈ മാത്രമേ ഉള്ളൂ. അഥവാ എ എക്സ് എന്ന് പറയുന്നത് 0 ആണ്. എ വൈ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ, ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് ജി. എ വൈ മാത്രമേ ഉള്ളൂ, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നോട്ട് ചെയ്യാം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇത് നെഗറ്റീവ് ആവുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ പറയാം കേട്ടോ, അത് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കാം, വെർട്ടിക്കൽ ഡയറക്ഷനിൽ മാത്രമാണ് ആക്സിലറേഷൻ എഫക്റ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കാം. അപ്പോൾ യു എക്സ് അതായത് എക്സ് ഡയറക്ഷൻ മീൻസ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ദാറ്റ് ഈസ് യു കോസ് തീറ്റ. സോ ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾവേസ് യു കോസ് തീറ്റ, അതിനൊരു ചേഞ്ചും ഇല്ല. മനസ്സിലായോ? അത് ത്രൂ ഔട്ട് യു കോസ് തീറ്റ തന്നെയാണ് ആക്ട് ചെയ്യുന്നത് ത്രൂ ഔട്ട് ദിസ് മോഷൻ. വാട്ട് അബൌട്ട് ദ വെർട്ടിക്കൽ കമ്പോണൻറ്റ്? ഇറ്റ് ഈസ് സിമിലർലി വി വൈ എന്നാണ് കേട്ടോ, വിച്ച് ഈസ് ഈക്വൽ ടു വി വൈ വിച്ച് ഈസ് ഈക്വൽ ടു യു വൈ പ്ലസ് എ വൈ. ദിസ് ഈ ഫോമുല പിന്നെ പറയണ്ടല്ലോ അല്ലേ, ഓൾറെഡി അറിയാവുന്നതാണ്. വാട്ട്സ് എ വെർട്ടിക്കൽ കമ്പോണൻറ്റ്? ദാറ്റ് ഈസ് യു സൈൻ തീറ്റ കമ്പോണൻറ്റ് plus what's the acceleration due to means acceleration along y direction or vertical component, that means negative g da ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ, ഇൻറ്റു ടി. അപ്പോൾ ഇതാണ് വെർട്ടിക്കൽ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ വെർട്ടിക്കൽ വെലോസിറ്റി എന്താണെന്ന് കിട്ടി, ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്താണെന്ന് കിട്ടി. ക്ലിയർ? അപ്പോൾ ഇതുകൂടി പറയണം അല്ലേ, ഒരു കാര്യം കൂടി പറയണ്ട. എന്താണ് ഞാൻ വിട്ടുപോയത്? എന്തുകൊണ്ടാണ് പ്രൊജക്റ്റൈൽ മോഷൻ സമയത്ത് എ മീൻസ് ആക്സിലറേഷൻ അലോങ് ദസ് വെർട്ടിക്കൽ കമ്പോണൻറ്റ് നെഗറ്റീവ് ചെയ്യാവുന്നത്? നോട്ട് ചെയ്യാം. അതായത് ഇനീഷ്യലി ഒരു വെലോസിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്തു, ഫൈനലി അത് ഏറ്റവും മുകളിലെത്തുന്ന സമയത്ത് ഇവിടെ എ എന്ന് പറഞ്ഞ പോയിന്റ്, ഇവിടെ ബി എന്ന് പറഞ്ഞ പോയിന്റ്, ഇവിടെ സി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. നോട്ട് ചെയ്യാം, ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് മുകളിലെത്തുന്ന സമയത്ത് ബിയിലെത്തുമ്പോൾ മീൻസ് വെർട്ടിക്കൽ കമ്പോണൻറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, അത് ഫൈനലി 0 ആവുകയാണ് വെലോസിറ്റി. സോ വാട്ട്സ് ആക്സിലറേഷൻ? ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി. ഇനീഷ്യൽ വെലോസിറ്റി യു സൈൻ തീറ്റയാണ് അല്ലേ, ഡിവൈഡഡ് ബൈ ടൈം. സോ ഇതെന്തായി? നെഗറ്റീവ് യു സൈൻ തീറ്റ ബൈ ടി ആയി. അപ്പോഴും ആക്സിലറേഷൻ നെഗറ്റീവാണ്. ഇനി നമ്മൾക്കറിയാം മുകളിലോട്ട് പോകുമ്പോൾ ഞാൻ ഡിസ്പ്ലേസ്മെൻറ്റ് അഥവാ ഇവിടെ വെലോസിറ്റി പോസിറ്റീവായി കൺസിഡർ ചെയ്യുമ്പോൾ താഴേക്ക് വരുന്ന സമയത്ത് വെലോസിറ്റി ടേം എന്തായി കൺസിഡർ ചെയ്യണം? നെഗറ്റീവായി കൺസിഡർ ചെയ്യണം. അപ്പോൾ ഇവിടെ വരുമ്പോൾ യു സൈൻ തീറ്റ കമ്പോണൻറ്റ് ഞാൻ നെഗറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യാം. സോ മുകളിൽ 0 ആയി, ഫൈനലി നെഗറ്റീവ് യു സൈൻ തീറ്റ ആയി. അപ്പോൾ വാട്ട് അബൌട്ട് ദിസ് ആക്സിലറേഷൻ? ഫൈനൽ മൈനസ് ഇനീഷ്യൽ ഡിവൈഡഡ് ബൈ ടി. ആ സമയത്തും എന്ത് തന്നെയാണ് ആക്സിലറേഷൻ? നെഗറ്റീവ് യു സൈൻ തീറ്റ ബൈ ടി ആണ്. ബിക്കോസ് ഞാൻ മുകളിലേക്ക് പോകുമ്പോൾ യു സൈൻ തീറ്റ പോസിറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്തത്, താഴേക്ക് വരുമ്പോൾ നെഗറ്റീവായി കൺസിഡർ ചെയ്യും. സോ ത്രൂ ഔട്ട് ദ പ്രൊജക്റ്റൈൽ മോഷൻ ആക്സിലറേഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ കമ്പോണൻറ്റ്
of acceleration അഥവാ acceleration due to gravity നമ്മളിവിടെ projectile motionൽ a is equal to negative g ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ AYൻ്റെ അവിടെ നെഗറ്റീവ് g എന്ന് പറയുന്ന ടേം കൊടുത്തത്. ക്ലിയർ? കാര്യം മനസ്സിലായി കാണും വിചാരിക്കുന്നു. ശ്രദ്ധിക്കാം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത് രണ്ടും കിട്ടി. ഹൊറിസോണ്ടൽ വെലോസിറ്റി കിട്ടി, Vx equal to u cos theta, and vertical velocity കിട്ടി, that is u sin theta minus gt. ഇനി അടുത്ത റിസൾട്ടൻറ്റ് വെലോസിറ്റി Vr which is equal to root of Vx square plus Vy square plus 2 into Vx into Vy into cos phi. And the cos phi, that's angle between the vertical component and horizontal component. What's the angle between the horizontal and vertical component? Horizontal and vertical component തമ്മിലുള്ള angle theta 90 ആണ്. അപ്പോൾ ഈ ടേം എന്തായി പോകും? 0 ആയി പോകും അല്ലേ? cos 90 which is equal to 0. So what will be the answer? It's nothing but Vx square plus Vy square plus 0. അപ്പോൾ ഇവിടെ ഇനി എന്ത് ചെയ്താൽ മതി? Vxനും Vyക്കും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്തൊക്കെയാണ് വാല്യൂസ്? Vx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ u cos തീറ്റ സ്ക്വയർ പ്ലസ് Vy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ u sin തീറ്റ മൈനസ് gt ദ ഹോൾ സ്ക്വയർ. സി root of u square cos square theta plus what is a minus b the whole square value. So it's become u square sin square theta minus 2 u sin theta gt plus gt square എന്ന് വരും അല്ലേ? gt square എന്ന് വരും. അപ്പോൾ ഇതിനകത്ത് ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും? ഇതിനകത്ത് u square അഥവാ കോമൺ ആണ്. സോ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ കോമൺ ആയി വന്നു. അത് സ്വാഭാവികമായിട്ടും 1 ആണ്. ബാക്കി എന്തൊക്കെയുണ്ട്? gt സ്ക്വയർ ഉണ്ട്, പിന്നെ മൈനസ് 2u സൈൻ തീറ്റ gt ഉണ്ട്. സോ സ്വാഭാവികമായിട്ടും ഫൈനൽ ആൻസർ എന്താവും? ഫൈനൽ ആൻസർ ഞാൻ എന്താ ഇവിടേക്ക് എഴുതുന്നുണ്ട്. ഫൈനൽ ആൻസർ വിച്ച് വിൽ ബി നത്തിങ് ബട്ട് റൂട്ട് ഓഫ് u square plus gt square minus 2u gt sin theta. That's all. ഇതാണ് റിസൾട്ടൻറ്റ് വെലോസിറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോട്ട് ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ ആൻഡ് റിസൾട്ടൻറ്റ് വെലോസിറ്റിയാണ് നമ്മൾ ഡീൽ ചെയ്തത്. നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മൾ കൂടുതൽ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസിലോട്ട് മൂവ് ചെയ്യണം. അതിന് ക്വസ്റ്റ്യൻസിലോട്ട് മൂവ് ചെയ്യുന്നതിന് മുമ്പ് ആ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ട ബേസിക് ഇക്വേഷൻസിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മൂവിങ് ഓൺ ടു ദാറ്റ് ഡെറിവേഷൻസ്. സി നമ്മളിനി കുറച്ച് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തെടുക്കാൻ പോകണം. ഒന്ന് ഹൊറിസോണ്ടൽ റേഞ്ച്, പിന്നെ മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ്. അതെന്താ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലേ? നേരത്തെ തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്തൊക്കെയായിരുന്നു? ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് പ്രൊജക്റ്റ് ചെയ്ത് എൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്റ്റൻസിനാണ് ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയും. ഇതാണ് മാക്സിമം ഹൈറ്റ്, പിന്നെ അതുപോലെ തന്നെ എത്ര സമയം എടുത്തു, ദാറ്റ്സ് എ ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഈ കാര്യം ആദ്യമായിട്ട് ഈ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞൊരു സംഭവത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷൻസിൻ്റെയൊക്കെ ഒരു ബേസിക് ആപ്ലിക്കേഷൻ കാണുന്നത്, ഇത് നമ്മൾ ബേസിക് ഇക്വേഷനാണ് കേട്ടോ. അതായത് ഇപ്പോൾ ഒരു സാധനം, ഇപ്പോൾ പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു സർട്ടൻ വെലോസിറ്റിയിൽ ഒരു സാധനം പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സ്ഥലത്തെത്തുന്നു. ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ വരുന്നത് മിലിറ്ററി പർപ്പസിലാണ്. എന്തായിരിക്കും? ഒരു സാധനം പ്രൊജക്റ്റ് ചെയ്ത് വേറെ സ്ഥലത്തെത്തി പൊട്ടിത്തെറിയുന്നത് മിസൈൽസ് അല്ലേ? അപ്പോൾ അത് ഞാൻ മിസൈൽസ്, റോക്കറ്റ്സ്, അതായത് ആ റോക്കറ്റായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ഇത് ആദ്യമായിട്ട് കാണുന്നത്. അതും ഒക്ടോബർ സ്കൈ എന്ന് പറഞ്ഞൊരു മൂവി. ആ മൂവിക്കകത്താണ് അതൊരു മീൻസ് റിയൽ ലൈഫ് സ്റ്റോറിയായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മൂവിയാണ് കേട്ടോ. അപ്പം സമയം കിട്ടുമ്പോൾ നിങ്ങളത് കാണാം. അപ്പോൾ അതിനകത്ത് ആ കുട്ടി ഈ റോക്കറ്റ് ഉണ്ടാക്കി വിട്ട് അതിനുശേഷം അതെവിടെ പോയി വീഴും. അപ്പോൾ അത് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇക്വേഷനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത് മീൻസ് അന്ന് കുറച്ച് പഴയ മൂവിയാണ്. ഐ തിങ്ക് ഒരു 20 years ബാക്ക് ഉള്ള മൂവി എന്നാണ് വിചാരിക്കുന്നത്.
അത്യാവശ്യം നല്ല സ്റ്റോറിയാണ്. ആ കുട്ടി പിന്നീട് നാസയിലെ സയൻറ്റിസ്റ്റൊക്കെ ആയി മാറുന്നുണ്ട്. അത് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കാം. കുറേ മുമ്പ് കണ്ട മൂവിയാണ്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ആ മൂവിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം, അത് കാണാം. ഓക്കെ ഫൈൻ. ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ റേഞ്ച് അതേപോലെ മാക്സിമം ഹൈറ്റും ടൈം ഓഫ് ഫ്ലൈറ്റും കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാം. ഫസ്റ്റ്ലി ടൈം ഓഫ് ഫ്ലൈറ്റ് എങ്ങനെയാണ് നോക്കാം. ശ്രദ്ധിക്കാം. ഒരു ഒബ്ജക്റ്റ് ഇത് മൂവ് ചെയ്ത് മാക്സിമം ഹൈറ്റ് പോയി തിരിച്ച് ഇവിടേക്ക് തന്നെ വന്നു. ഇത് വൈ ആക്സിസ്, ഇത് എക്സ് ആക്സിസ്. ഓക്കെ, അപ്പോൾ വൈ ആക്സിസിൽ വന്നിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? അതാണ് മെയിൻലി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വൈ ആക്സിസിൽ എന്തെങ്കിലും ഡിസ്പ്ലേസ്മെൻറ്റ് വന്നിട്ടുണ്ടോ? ഇനീഷ്യലി 0 ആയിരുന്നു, വീണ്ടും തിരിച്ച് എക്സ് ആക്സിസിൽ തന്നെയാണ് എത്തിയത്. സോ വൈ ആക്സിസിൽ ദർ ഈസ് നോ ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനീഷ്യലി അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ബേസിക് നോളേജ്, അതായത് ഹൊറിസോണ്ടലും വെർട്ടിക്കലും കമ്പോണൻസിനെ കുറിച്ചൊക്കെ അറിയണം. യു വെലോസിറ്റിയിലാണ് പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ യു കോസ് തീറ്റ ഈസ് ദ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ആൻഡ് യു സൈൻ തീറ്റ ഈസ് ദ വെർട്ടിക്കൽ കമ്പോണൻറ്റ്, അല്ലേ? അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാം ഓൾറെഡി, കമ്പോണൻസിനെ കുറിച്ചുള്ള ബേസിക് നോളേജ്. ഇനി അതേപോലെ തന്നെ നമ്മൾ നോട്ട് ചെയ്യേണ്ട വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത്? ഇത് മൂവ് ചെയ്ത് മാക്സിമം ഹൈറ്റ് എത്തുന്ന സമയത്ത് ഇതിന് എന്തില്ല? വെർട്ടിക്കൽ കമ്പോണൻറ്റ്, അതായത് യു സൈൻ തീറ്റ കമ്പോണൻറ്റ് 0 ആവും. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ബേസിക് ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്നൊരു കൈനമാറ്റിക് ഇക്വേഷൻ, അല്ലേ? നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. displacement, that means displacement along y. Okay, displacement along y, which will be equal to vertical component of velocity, that's uy, into time plus half of acceleration along y axis into t square. അപ്പോൾ ഇതിനകത്ത് അറിയേണ്ട കാര്യം, ആക്സിലറേഷൻ along y axis, what's the value? ay, that's nothing but negative g, അല്ലേ? സോ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് എ വൈ എന്താണ്? എ വൈ ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ജി ആൻഡ് യു വൈ ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ. പിന്നെന്തൊക്കെയാണ് നമ്മൾക്ക് വേണ്ടത്? ടി. ടി ഈസ് ടൈം ഓഫ് ഫ്ലൈറ്റ്, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആൻഡ് വാട്ട് അബൌട്ട് ഡെൽറ്റ വൈ? ഡെൽറ്റ വൈ ഈസ് 0, ദാറ്റ് മീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് അലോങ് ദിസ് വൈ ആക്സിസ് ഈസ് 0. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. അപ്പം നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. എന്താണ്? ഡെൽറ്റ വൈ, ദാറ്റ് മീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് അലോങ് വൈ ആക്സിസ്, ദാറ്റ് ഈസ് വൈ മൈനസ് വൈ 0. ഇനീഷ്യലി ഒറിജിനിൽ സ്റ്റാർട്ട് ചെയ്തു, ഫൈനലി എക്സ് ആക്സിസിലാണ് വന്ന് വീഴുന്നത്. ഓക്കെ, സോ ഇവിടെ മീൻസ് അഥവാ ഒരു ഒബ്ജക്റ്റ് പൊങ്ങി വീണ്ടും പ്രൊജക്റ്റ് ചെയ്ത് ഗ്രൗണ്ടിൽ തന്നെയാണ് വന്ന് വീഴുന്നത്. സോ ഫൈനൽ പൊസിഷനും ഇനീഷ്യൽ പൊസിഷനും ഗ്രൗണ്ടിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അലോങ് വൈ ആക്സിസ് ദർ ഈസ് നോ displacement. We consider along y-axis there is no displacement, so it's equal to 0. Okay, clear? Y minus y0, that's become 0. അപ്പോൾ നമ്മളിവിടെ 0 is equal to u sin theta into t is equal to time of flight plus half of negative g tf square, time of flight square. So ഇത് ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ യു സൈൻ തീറ്റ ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഹാഫ് ജി ഇൻറ്റു ടി എഫ് സ്ക്വയർ. ഒരു ടി എഫ് സ്ക്വയർ കട്ട് ചെയ്ത് പോകും. സോ ടൈം ഓഫ് ഫ്ലൈറ്റ്സ് ബിക്കം നെഗറ്റീവ് നെഗറ്റീവ് കട്ട് ചെയ്ത് പോയി യു സൈൻ തീറ്റ ടു യു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി. ദാറ്റ്സ് എ ഫോർമുല. എന്താണ് ഫോർമുല? ടു യു സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി. നോട്ട് ഇറ്റ്? ഓക്കെ, അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടി. 2u sin theta divided by g. ക്ലിയർ? ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ട് തന്നെ, ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കാൻ പോവുകയാണ്. ആദ്യം ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിച്ചു, ഇനി നമ്മൾ ഹൊറിസോണ്ടൽ റേഞ്ചിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബാക്കി ഭാഗങ്ങൾ മാറ്റുന്നുണ്ട്. ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ മാത്രമേ നമ്മൾക്ക് വേണ്ടൂ. എന്താണ് ഹൊറിസോണ്ടൽ റേഞ്ച്? അതാണ് ഇനി നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതാ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എ എന്ന് പറഞ്ഞ പോയിന്റ്
എന്ന് സ്റ്റാർട്ട് ചെയ്ത് ബി എന്ന് പറഞ്ഞ പോയിന്റ്, ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ഹൊറിസോണ്ടൽ റേഞ്ച് അഥവാ ആർ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ആർ ഇസ് ദ ഹൊറിസോണ്ടൽ റേഞ്ച്. അതെങ്ങനെ കണ്ടുപിടിക്കാം? അതിന് ഏത് ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യണം? സെയിം ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ തന്നെ, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഈ ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ അറിയണം? ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് അലോങ് എക്സ് ആക്സിസ്, ദാറ്റ്സ് ഈക്വൽ ടു നത്തിങ് ബട്ട് displacement means velocity along x-axis into time plus half into acceleration along x-axis into t square. അപ്പോൾ ഇതിൽ എന്തൊക്കെ നമുക്ക് അറിയണം? ഒന്ന് യു മീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് അലോങ് എക്സ്, അത് കണ്ടുപിടിക്കണം, അതാണ് നമ്മളുടെ ആർ. ഓക്കെ, അതാണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ യു എക്സ്, ദാറ്റ്സ് വെലോസിറ്റി അലോങ് എക്സ് ആക്സിസ്, അത് എത്രയായിരിക്കും? ദാറ്റ്സ് നത്തിങ് ബട്ട് യു cos theta, അല്ലേ? u cos theta. What is acceleration along x-axis? Acceleration along x-axis അത് 0 ആണ്. What is t? t is time of flight. Okay, t is time of flight. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് ആ ഇക്വേഷൻ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ? ഇറ്റ്സ് നത്തിങ് ബട്ട് 2u sin theta ഡിവൈഡഡ് ബൈ g. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാൻ ആവശ്യം. സോ ആർ ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് അലോങ് എക്സ് ആക്സിസ് വിച്ച് ഈസ് ഈക്വൽ ടു യു എക്സ് ടി പ്ലസ് ഹാഫ് ഇൻറ്റു എ എക്സ് ഇൻറ്റു ടി സ്ക്വയർ. സി ഡിസ്പ്ലേസ്മെൻറ്റ് അലോങ് എക്സ് ആക്സിസ് ദറ്റ് ഈസ് ആർ, ഈ ഡിസ്റ്റൻസ് ആണ് ആർ, വിച്ച് വിൽ ബി ഈക്വൽ ടു യു കോസ് തീറ്റ ഇൻറ്റു time of flight plus half into acceleration along x-axis, that is 0 into time of flight square. So this part is 0 at point, and finally u cos theta into time of flight is 2u sin theta divided by g. Okay, 2u sin theta divided by g, that's nothing but 2u square sin theta cos theta divided by g. അപ്പോൾ ഇതിനകത്ത് ഒരു ട്രിഗ്നോമെട്രിക് ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ദാറ്റ് ബിക്കോസ് യു സ്ക്വയർ 2 sin theta cos theta, 2 sin theta cos theta ഈസ് നത്തിങ് ബട്ട് ഈ ഒരു ഭാഗം ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതെന്തായി മാറും? ഇറ്റ്സ് നത്തിങ് ബട്ട് എന്താണ്? 2 sin theta cos theta sin 2 theta. അപ്പോൾ യു സ്ക്വയർ sin 2 theta divided by g എന്നാണ് ഇക്വേഷൻ. വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ, നോട്ട് ഇറ്റ്. ഇതാണ് ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷൻ. ഇനി നമുക്ക് കുറച്ച് ഈ ഹൊറിസോണ്ടൽ റേഞ്ച്, ഫോർ എക്സാമ്പിൾ ഇതെപ്പോഴാണ് മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് ആവുക, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും. എപ്പോഴാണ് മാക്സിമം? വാട്ട്സ് എ മാക്സിമം വാല്യൂ ഓഫ് ദിസ് പാർട്ട്? ഈ ഒരു പാർട്ടിൻ്റെ മാക്സിമം വാല്യൂ എത്രയായിരിക്കും? ഈ ഒരു പാർട്ടിൻ്റെ മാക്സിമം വാല്യൂ എന്തായിരിക്കും? സോ ഇവിടെ യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി മാക്സിമം ആവണമെങ്കിൽ സൈൻ 2 തീറ്റ മാക്സിമം ആയിരിക്കണം. സൈൻ 2 തീറ്റ മാക്സിമം ആവുന്നത് എപ്പോഴാണ്? സൈൻ 2 തീറ്റയുടെ വാല്യൂ മാക്സിമം വാല്യൂ 1 ആണ് വരത്തുള്ളൂ. അഥവാ അപ്പോൾ 1 ആവുന്ന സമയത്ത് എന്തായിരിക്കും? യു സ്ക്വയർ ബൈ ജി എന്നാവും, അല്ലേ? ഹൊറിസോണ്ടൽ റേഞ്ച് ബിക്കം യു സ്ക്വയർ ബൈ ജി ആവും. അത് ഏത് കേസിലായിരിക്കും? സൈൻ 2 തീറ്റ 1 ആവണമെങ്കിൽ 2 തീറ്റ എന്തായിരിക്കണം? 2 തീറ്റ 90 ആയിരിക്കണം. അഥവാ സൈൻ 90 ആണ് 1, അല്ലേ? അഥവാ തീറ്റ എന്തായിരിക്കണം? 90/2 ആയിരിക്കണം. അഥവാ 45 ഡിഗ്രി ആയിരിക്കണം. തീറ്റ 45 ആവുമ്പോഴാണ് മാക്സിമം റേഞ്ച്. അഥവാ ഇവിടെ നിന്ന് തീറ്റ വിച്ച് വിൽ ബി ഈക്വൽ ടു 45 ഡിഗ്രിയിൽ മൂവ് ചെയ്യുന്ന സമയത്തായിരിക്കും ഈ ഒരു റേഞ്ച് മാക്സിമം ആവുക. ആർ ബിക്കം ആർ മാക്സിമം ആവുക. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഒരു ജാവലിൻ ത്രോൻ്റെ എക്സാമ്പിൾ. സി എത്ര ആംഗിളിൽ എറിയണം അപ്പോഴാണ് മാക്സിമം പോവുക? അതിന് ഉത്തരം ഇപ്പോൾ കിട്ടി. ആ ജാവൽ എത്ര ആംഗിളിൽ എറിയണം? 45 ഡിഗ്രിയിൽ എറിയണം. ജാവൽ മാത്രമല്ല, എന്ത് ഒബ്ജക്റ്റാണ്. ഇനി ഒരു മാങ്ങ എറിയലാണെങ്കിലും ആ എറിയുന്ന കല്ല് മാക്സിമം ഡിസ്റ്റൻസിൽ എത്തണം എന്ന് പറഞ്ഞാൽ അത് 45 ഡിഗ്രിയിലാണ്. ഓക്കെ, അപ്പം അതേപോലെ തന്നെ നമ്മൾ എന്ത് എറിയുകയാണെങ്കിലും അത്
തീറ്റയുടെ വാല്യൂ ഇങ്ങനെയാണെങ്കിൽ റേഞ്ച് എന്താവും? 45 ആണെങ്കിൽ തീറ്റ 45 ആവുന്ന സമയത്ത് റേഞ്ച് എന്താവും? മാക്സിമം. ക്ലിയർ അല്ലേ? ഓക്കെ. സോ ഇനി നമ്മൾക്ക് അടുത്തത് മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാം. ഓക്കെ, എറിയുന്ന സമയത്ത് ഇവിടെ എത്ര ഹൈറ്റ്, എച്ച് മാക്സിമം, ഒരു ഒബ്ജക്റ്റ് എത്ര മാക്സിമം ഹൈറ്റ് പോവും എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, മൂവിങ് ഓൺ ടു മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം? ഒന്നാമതായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനെ കുറിച്ച് ഒരു ധാരണയാണ്. എന്ത് കോൺസെപ്റ്റ് വെച്ച് മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കും? ശ്രദ്ധിക്കാം, v² = u² + 2as എന്ന് പറയുന്ന ഒരു ബേസിക് ഇക്വേഷൻ ഉണ്ട് അല്ലേ? ആ ഇക്വേഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അഥവാ v², ദാറ്റ് മീൻസ് ഫൈനൽ വെലോസിറ്റി. അപ്പോൾ മാക്സിമം ഹൈറ്റിലെത്തുന്ന സമയത്ത് എന്തൊക്കെയാണ് കണ്ടീഷൻസ്, അഥവാ എന്തൊക്കെ സംഭവിക്കുന്നു വെലോസിറ്റിക്ക്, അതേപോലെ ആക്സിലറേഷൻ എന്താണ് ഇവിടെ അല്ലേ? ഫൈനൽ വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നു? മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് ആണ് അല്ലേ? ഈ ഒരു പോയിന്റ് ആണ്. ദിസ് ഇസ് എച്ച് മാക്സ്, ദിസ് ലെങ്ത് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ദിസ് പോയിന്റ് സി, അറ്റ് ദാറ്റ് പോയിന്റ് അവിടെ ഒരു ടേം നോക്കിയേ, യു സൈൻ തീറ്റ എന്ന് പറയുന്ന ടേം, യു സൈൻ തീറ്റ. വാട്ട് ഈസ് യു സൈൻ തീറ്റ? ദാറ്റ്സ് എ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ് അല്ലേ? സോ ഡിസ്പ്ലേസ്മെൻറ്റ് അലോങ് വൈ ആക്സിസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് വെർട്ടിക്കൽ മൂവ്മെൻറ്റ്. സോ ദാറ്റ് മീൻസ് ഫൈനൽ വെലോസിറ്റി സ്ക്വയർ which will be equal to, what's the initial velocity along y axis, okay, plus 2 into acceleration along y axis into s, that is displacement. What's the displacement? Displacement along y axis. Displacement along y axis neയാണ് നമ്മൾ delta y എന്ന് പറയുന്നത്. Okay, that is nothing but delta y is nothing but എന്താണ്? y minus y0, finally at initial position 0 and reaching at certain height. സോ ഇവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ y എന്ന് പറയുന്നത് എത്രയാണ്? h ആയിട്ട് എടുക്കാം, ഒരു ഹൈറ്റിലേക്കല്ലേ പോയി. സോ ദാറ്റ് y ഈസ് ഈക്വൽ ടു h എന്ന് പറയാം. സോ ഇവിടെ നമുക്ക് അടുത്ത ഇക്വേഷൻ നോക്കി, v² ഈസ് ഈക്വൽ ടു uy² പ്ലസ് 2 ഇൻറ്റു a ഇൻറ്റു y ഇൻറ്റു h മൈനസ് ഇനീഷ്യലി 0. ഇക്വേഷൻ ഇങ്ങനെയാവും. അപ്പം നമ്മൾ ഇനി എന്തൊക്കെ ശ്രദ്ധിക്കണം? ഇനി ഒന്ന്, ഫൈനൽ വെലോസിറ്റി അറ്റ് മാക്സിമം ഹൈറ്റ്. ഒരു കല്ലെടുത്തെറിഞ്ഞു, അത് മുകളിലെത്തി. അപ്പോൾ മുകളിലെത്തുന്ന സമയത്ത് അത് റെസ്റ്റിലാണ് അല്ലേ? ആ ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്. മുകളിലേക്ക് പൊങ്ങി വന്ന് മാക്സിമം ഒരു ഹൈറ്റിലെത്തി കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി 0 ആവും. ഓക്കെ, അപ്പോൾ ഫൈനൽ വെലോസിറ്റി 0. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ കൊണ്ടുവരാം. v² is equal to uy. What is uy? uy² plus 2ay into h. This is the equation. What's the v²? Final velocity is 0. uy². That means uy, that's the initial velocity. Initial velocity the square. That is u sin theta whole square plus 2 into, what's ay? That's acceleration due to gravity along vertical direction. That's -g into h, height. So we need to find the height h. അപ്പം ഇവിടെ -u sin theta whole square equal to -2gh എന്ന് വരും. We need to find h. h is equal to 1. നെഗറ്റീവ് കട്ട് ചെയ്ത് പോവും. u² sin² theta divided by 2g. കണ്ടോ, എച്ചിൻ്റെ വാല്യൂ എന്താണ്? u² sin² theta divided by 2g. നോട്ട് ഇറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻ നോട്ട് ചെയ്യാം. ഇനി നേരത്തെ പറഞ്ഞ പോലെ കണ്ടീഷൻസ് നമുക്ക് നോട്ട് ചെയ്യാം. എന്തൊക്കെയാണ്? ഒരു കല്ലെടുത്തെറിയണമെങ്കിൽ അത് മാക്സിമം ഹൈറ്റിൽ പോകണമെങ്കിൽ എങ്ങനെ എറിയണം? നേരത്തെ നമ്മൾ മാക്സിമം ലെങ്ത്ത് പോകണമെങ്കിൽ അഥവാ മാക്സിമം റേഞ്ച് പോകണമെങ്കിൽ എങ്ങനെ എറിയണം എന്ന് പഠിച്ചു. ഇവിടെ മാക്സിമം ഹൈറ്റ് പോകണമെങ്കിൽ എങ്ങനെ എറിയണം? അപ്പോൾ മാത്തമാറ്റിക്കലി u² sin² theta by 2g മാക്സിമം ആയിരിക്കണം. മാക്സിമം ആവണം. എപ്പോഴാണത് മാക്സിമം ആവുക?
ഇത് മാക്സിമം ആണെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് മാക്സിമം ആണ്. സൈൻ സ്ക്വയർ തീറ്റ മാക്സിമം ആണെങ്കിൽ സൈൻ തീറ്റ എന്തായിരിക്കണം? 1 ആണ്. അതാണ് മാക്സിമം വാല്യൂ പോസിബിൾ ആവുന്നത്. തീറ്റ എന്തായിരിക്കണം? 90 ഡിഗ്രി. അതായത് വാട്ട്സ് 90 ഡിഗ്രി എക്സാക്ട്ലി മീനിങ് ഇതാണ് 90 ഡിഗ്രി. കല്ല് നേരെ എടുത്ത് മുകളിലേക്ക് എറിയാം. മനസ്സിലായോ? കല്ല് നേരെ മുകളിലേക്ക് എറിയാം. അപ്പോൾ മാക്സിമം എത്തും. സിമ്പിൾ കോൺസെപ്റ്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ ഡിറൈവ് ചെയ്ത്? ഒന്ന് ഹൊറിസോണ്ടൽ റേഞ്ച്, മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തത്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും വരും. ബട്ട് യു നീഡ് ടു യൂസ് ദോസ് റെഡിമെയ്ഡ് ഫോർമുല. അപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്തെടുത്ത് പഠിച്ചു. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. സോ ഞാൻ ഒരിക്കൽ കൂടി ഈക്വേഷൻസ് ഒക്കെ ഒന്ന് സ്ക്രീനിൽ എഴുതിയിടാം. h is equal to u square sin square theta by 2g and r is equal to 1. r is equal to u square sin 2 theta by g and what is time of flight? Time of flight is 2u sin theta divided by g. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് 3 ഇക്വേഷൻസ്. നോട്ട് ഇറ്റ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ ഇക്വേഷൻസൊക്കെ നന്നായി പഠിച്ചു വെക്കാം. അപ്പോൾ നമുക്ക് കൂടുതൽ ചോദ്യങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.